അമ്മൂട്ടിയോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോവാ. ലോകം കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ കുറച്ച് മുന്നെയാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ഞങ്ങളെ ചതിച്ചിട്ട് അപ്പു ഞങ്ങളെ കൂട്ടാതെ ലോക സിനിമ എപ്പോഴോ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു നാണും ഇല്ലാതെ ഓ ഈ സിനിമയ്ക്ക് ഞങ്ങളെപ്പുറം വന്ന് പോണ വയ്ക്ക് ഉണ്ണി വെള്ളയാറുമ്പത്തായനെ കൊണ്ട് ഓളെ കൂട്ടാ വന്ന് വീട്ടിലേക്ക് പോയി. പോണ വയ്ക്കൊന്ന് പെട്രോളൊക്കെ അടിച്ച് സാധാരണ ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്താറില്ല. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ കറക്റ്റ് ടൈമിന് തിയേറ്ററിലെത്തി. പിന്നെയോ അത് കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ സിനിമയുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് അറിയുന്നത് ഓർക്ക് സിനിമ ഇട്ടത് മാറിപ്പോയിന്ന്. സംഭവം ഞങ്ങൾ ഹൃദയപൂർവ്വം സിനിമയ്ക്കാണ് കയറിയതെങ്കിലും ഒരിട്ടത് ലോക സിനിമയായിരുന്നു. ചുരുവില് ലോകയും കാണാ, അത് കഴിഞ്ഞ് ഹൃദയപൂർവ്വം കാണാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർ കൂക്കി വിളിച്ചപ്പോ ഒരു വേഗം മാറ്റി. ഇന്റർവെല്ലൊക്കെ ആയപ്പോ ഞാനും ഒപ്പം കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വിചാരിച്ച് പുറത്തിറങ്ങിയതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഈ തിരക്കുള്ള ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലൊക്കെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. അനങ്ങാൻ പറ്റുന്നില്ല, അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു തിയേറ്ററിലേക്കും കയറാൻ പറ്റുന്നില്ല. ഒരു വിധം 4 ഐസ്ക്രീമും ഒരു പോപ്കോണും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇതിന്റെ അകത്ത് ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ള സത്യം മനസ്സിലായി. അത് കഴിഞ്ഞ് പാർക്കിങ്ങിലേക്ക് ചെന്നപ്പോഴാണ് ഈ വണ്ടിയൊക്കെ എടുത്തിട്ടേ ഞങ്ങൾ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള വേറൊരു സത്യം ഞങ്ങൾ മനസ്സിലായി. കേശുവിന്റെ ചടങ്ങിന് മാത്രം കൂടെ വരുന്ന ഒരാളെ കൊണ്ട് ഓന്റെ സമയപ്പോ ഓൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരുവിധം വണ്ടിയൊക്കെ കഴിച്ചിലാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.